നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. PRD മുൻ ഡയറക്ടറും തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറുമായിരുന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M നന്ദകുമാർ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മെയ് മാസത്തിൽ തലച്ചോറിലെ രക്തസ്രാവത്തിന് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് ആരോഗ്യനില വഷളാവുകയായിരുന്നു. സംഖ്യാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തന്ത്രവിദ്യ തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. മികച്ച പ്രാസംഗികനും എഴുത്തുകാരനുമായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖകനായിരുന്ന നന്ദകുമാർ 1993 ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് IAS കൺഫർ ചെയ്തു. PRD ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2011 തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു. ലോട്ടറി ഡയറക്ടർ, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ, ADM കുടുംബശ്രീ ഡയറക്ടർ, സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ, സ്പോർട്സ് യുവജനകാര്യ ഡയറക്ടർ, സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. മൃതദേഹം ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചവരെ ജവഹർ നഗർ യൂണിവേഴ്സിറ്റി വിമൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വീട്ടിലെത്തിക്കും. സംസ്കാരം വൈകിട്ട് 5-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഭാര്യ NS ശ്രീലത, റിട്ടയർഡ് രജിസ്ട്രാർ, സഹകരണ വകുപ്പ്. മക്കൾ വിഷ്ണുനന്ദൻ, എഞ്ചിനീയർ, ടാറ്റ കൺസൾട്ടൻസി, ബംഗളൂരു. മകൾ പാർവതി നന്ദൻ, കേരള ഗ്രാമീണ ബാങ്ക്. മരുമകൻ കൃഷ്ണനുണ്ണി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അടൂർ. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് 2018 മുതൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുള്ളത് 6000 കേസുകൾ. പ്രതികളാക്കപ്പെട്ടവർ 12,912. 4 വർഷം മുമ്പ് ഗൗരവമില്ലാത്ത ചില കേസുകൾ സർക്കാർ പിൻവലിച്ചിരുന്നു. അതിൽ പെടാത്ത കേസുകളാണ് ഇവ. ഇവയെല്ലാം വിവിധ കോടതികളുടെ പരിഗണനയിലാണ്. ഈ മാസം 20-ന് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിനു മുമ്പ് കേസുകൾ പിൻവലിക്കണമെന്ന് ഹിന്ദു സംഘടനകളും SNDP യോഗവും NSSും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുമടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മസ്ഥല വ്യാജ പ്രചരണ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അന്വേഷണ സംഘത്തിന് SIT മുമ്പാകെ കേരളത്തിൽ നിന്നുള്ള 3 യൂട്യൂബർമാർ ഉൾപ്പെടെ 6 പേർ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി ഹാജരായി. കേരളത്തിൽ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന മനാഫ്, അഭിഷേക്, ജയന്ത് T എന്നിവർക്കും ആക്ടിവിസ്റ്റുകളായ ഗിരീഷ് മട്ടന്നവർ, വിത്തൽ ഗൌഡ, പ്രദീപ് എന്നിവർക്കുമായിരുന്നു സമൻസ് അയച്ചതെന്ന് SIT അറിയിച്ചു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ മുൻ MLA MC ഖമറുദ്ദീന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഫാഷൻ ഗോൾഡിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. കേസിൽ ഖമറുദ്ദീൻ 2ാം പ്രതിയായിരുന്നു. മലബാർ ഫാഷൻ ഗോൾഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് MC ഖമറുദ്ദീനും TK പൂക്കോയ തങ്ങൾക്കുമെതിരെ നിലവിൽ 210 കേസുകളാണ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളത്. BJP നേതൃത്വത്തിലുള്ള NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയാണ് പരാജയപ്പെടുത്തിയത്. CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾ കിട്ടിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകൾ മാത്രമാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വോട്ടിൽ ചോർച്ച. 315 വോട്ടുകൾ കിട്ടേണ്ടതിന് പകരം അവർക്ക് ആകെ കിട്ടിയത് 300 വോട്ടുകൾ മാത്രം. ഒന്നുകിൽ ഇന്ത്യ മുന്നണിയിലുള്ളവർ 15 വോട്ടുകൾ ക്രോസ് വോട്ടായി ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ 15 വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലുള്ള MP-മാർ അസാധുവാക്കിയിരിക്കണം. അതേസമയം ഭരണപക്ഷത്തെ എല്ലാ MP-മാരും ഒന്നടങ്കം അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് വോട്ട് ചെയ്തു. കൊച്ചി നഗരത്തിൽ MDMA-യുമായി യുവ ഡോക്ടറെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. വടക്കൻ പറവൂർ സ്വദേശി അംജദ് അഹ്സാനാണ് പോലീസ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 1 ഗ്രാമിൽ താഴെ MDMA കണ്ടെടുത്തു. ഉക്രൈനിൽ MBBS ബിരുദം നേടിയ അംജദ് നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ കോൾ സെന്ററിൽ ജോലി ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇതിനു മുമ്പ് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആവേശകരമായ ആറന്മുള ഉത്രട്ടാതി വള്ളം കളിയിൽ ജലരാജാക്കന്മാരായി മേലുകരയും കൊറ്റത്തുകാരും ഫൈനൽ മത്സരത്തിൽ A ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും B ബാച്ച് വിഭാഗത്തിൽ കൊറ്റത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി. അതേസമയം പ്രതിഷേധമുയർത്തി കോയിപ്രം പള്ളിയോടം ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാതെ മടങ്ങി. സമയനിർണയത്തിൽ അപാകതയെന്നായിരുന്നു കോയിപ്രം പള്ളിയോടത്തിന്റെ പരാതി. പുലിക്കളിക്ക് കേന്ദ്ര സഹായം അനുവദിച്ചതിനു പിന്നാലെ കേരളത്തിന് മറ്റൊരു സമ്മാനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഏറെ സാംസ്കാരിക പ്രാധാന്യമുള്ള ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് കേന്ദ്ര സഹായം 15 ലക്ഷം രൂപയാണ് ഉത്രട്ടാതി വള്ളംകളിക്കായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് തുക അനുവദിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത്. ലഹരിമരുന്ന് വിൽപ്പന നടത്തിയതിന് സംസ്ഥാനത്ത് ആദ്യമായി ഒരു യുവതിയെ കരിങ്കതൽ തടങ്കലിലാക്കി. ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ടങ്കാളി മുല്ലക്കോട് C നിഖിലയാണ് കരുതൽ തടങ്കലിലാക്കിയത്. ബംഗളൂരുവിൽ നിന്ന് തളിപ്പറമ്പ് എക്സൈസ് സംഘമാണ് യുവതിയെ പിടികൂടിയത്.
നിഖിലയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ 4 ഗ്രാം മെത്താംഫെറ്റമിനുമായി നിഖിലയെ വീട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ 2 ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാനില്ല. ഇത് കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ദേവസ്വം ബോർഡിന്റെയും തന്ത്രിമാരുടെയും അനുമതിയോടെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ശ്രീകോവിലിന്റെ ഇടതും വലതുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത്. കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. വിഗ്രഹാരാധന ഇസ്ലാമിൽ ഹറാമാകുമ്പോൾ എങ്ങനെ ഭാനു മുഷ്താഖ് ചാമുണ്ഡി ദേവി വിഗ്രഹത്തിനു മുൻപിൽ വിളക്ക് കൊളുത്തി മൈസൂരു ദസറ ഉദ്ഘാടനം ചെയ്യുക എന്ന ചോദ്യം കർണാടകയിൽ ഉയരുകയാണ്. ബൂക്കർ സമ്മാനം നേടിയ ഭാനു മുഷ്താഖിനെ കൊണ്ട് മൈസൂരു ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്യിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ. കോടതിയോട് വിഷം നൽകാൻ ആവശ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കന്നഡ നടൻ ദർശൻ സൂര്യപ്രകാശം കണ്ടിട്ട് ദിവസങ്ങളായി എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. രേണുകാസ്വാമി കൊലപാതക കേസിലെ വാദം കേൾക്കുന്നതിനിടെ വീഡിയോ കോൺഫറൻസിംഗ് വഴി സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ ഹാജരായ ദർശൻ തന്റെ കൈകളിൽ ഫംഗസ് ബാധിച്ചതായും പറഞ്ഞു. വസ്ത്രങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ജയിലിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും ദർശൻ പറഞ്ഞു. ദർശന് ബംഗളൂരു ജയിലിൽ VIP പരിഗണന നൽകുന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഗുണ്ടകൾക്കൊപ്പം പുറത്തെ കസേരയിലിരുന്ന് കയ്യിൽ സിഗരറ്റുമായി കാപ്പി കുടിച്ചു വിശ്രമിക്കുന്ന ദർശന്റെ ചിത്രങ്ങളാണ് അന്ന് പുറത്തായത്. താൻ ഇന്ത്യയിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് എഴുത്തുകാരി അരുന്ധതി റായ്. എന്നാൽ കണ്ടാൽ ഒരിക്കലും അങ്ങനെ തോന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം. അത്രയ്ക്ക് നന്നായി ഒരുങ്ങി വന്നിരിക്കുന്ന അരുന്ധതി റായിയാണ് ഈ വീഡിയോയിൽ കാണാനാവുക. നേപ്പാളിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം അതിരുകടന്ന് കലാപമായി മാറി. കെട്ടിടങ്ങളും വീടുകളും വാഹനങ്ങളും തീയിട്ട് നശിപ്പിച്ചത് പോരാതെ മനുഷ്യരെയും ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ഇപ്പോൾ നേപ്പാളിൽ. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ പ്രക്ഷോഭകാരികൾ ജീവനോടെ തീ കൊളുത്തിക്കൊന്നു. പ്രക്ഷോഭം ശക്തമായി തുടരുന്നതിനിടെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞതോടെ നേപ്പാൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. നേപ്പാളിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഭാരത വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നേപ്പാളിലെ ഭാരതീയർ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ നേപ്പാൾ അതിർത്തികളിൽ സുരക്ഷ കർശനമാക്കി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം നടന്നത്. ഖത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം. ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് വിവരം. ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയും ആയിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഹമാസ് ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്നാണ് സൂചന. US-ന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേലി ചാനൽ 12 ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ഖത്തറിന്റെ മണ്ണിൽ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഖത്തറിന് ഉറപ്പ് നൽകിയെന്ന് വൈറ്റ് ഹൌസ്. ആക്രമണ നീക്കം അറിഞ്ഞയുടനെ ഖത്തറിന് വിവരം കൈമാറാൻ നിർദ്ദേശിച്ചെന്നും ട്രംപ്. മധ്യപൂർവേഷ്യയിലെ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കാഫിനാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് ആവർത്തിച്ച ട്രംപ്. ഖത്തർ ആക്രമണം ട്രംപിനെ അറിയിച്ചത് US സൈന്യമാണെന്ന് വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചു. 2017 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ കീഴിൽ 7ാമത്തെ പ്രധാനമന്ത്രിയായും 2022 ശേഷമുള്ള 5ാമത്തെ പ്രധാനമന്ത്രിയുമായും സെബാസ്റ്റ്യൻ ലെക്കോർണു അധികാരമേറ്റു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.